ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന് എന്താണ് ഇഷ്ടമെന്നോ, മാഡത്തിന്റെ മനസ്സെന്താണെന്നോ വർമ്മ സാറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, വർമ്മ സാറിനെന്നല്ല, മാഡത്തിന്റെ മനസ്സറിയാവുന്ന എനിക്ക് ഇതുവരെ മാഡത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ അത്രയും പുകിലുണ്ടായിട്ട് മാഡത്തിന്റെ ജീവിതത്തിൽ പുതിയൊരാളൊന്ന സാഹചര്യത്തില് നീ സദ്യയെ കുറിച്ച് ഓർത്താണ് വിഷമിക്കണത്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അച്ഛാ. നിങ്ങളെന്താ എന്നോട് പറയാതെ വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്താ നിന്നോട് അനുവാദം വാങ്ങിയിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂന്നുണ്ടോ? അച്ഛൻ ഇതുവരെ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? എങ്ങനെ എന്റെ ദേഷ്യം മാറൂടാ? നിന്നെ പോലുള്ളവരാണ് എന്റെ മകനെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ് അഹങ്കരിച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലടാ. അപ്പൊ എനിക്ക് ദേഷ്യം ഉണ്ടാവും. അച്ഛൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ അച്ഛൻ എന്നോട് ദേഷ്യം തോന്നുന്ന. അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച സത്യവും നീതിയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന. അതച്ഛന് മനസ്സിലാവുമ്പോ അച്ഛന്റെ ദേഷ്യമൊക്കെ പൊക്കോളും. മക്കൾക്ക് പറഞ്ഞു കൊടുത്തതോർത്ത് ഒരു അച്ഛൻ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കൂടാ. നീ കണ്ടില്ലേ ഇന്ന് വർമ്മ സാറിന്റെ വീട്ടിൽ എന്താ നടന്നതെന്ന്? ഋതിക മാഡത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നു. അത് മുടങ്ങുന്നായിപ്പോ വേറെ എവിടെ നിന്നോ വന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാർ സമ്മതിച്ചിരിക്കുന്നു. എന്തിനാടാ ആ പാവം പെൺകുട്ടിയെ എല്ലാവരും കൂടി ദ്രോഹിക്കുന്നത്? അച്ഛാ, ഋതിക മാഡം വർമ്മ സാറിന്റെ മകളാണ്. അപ്പൊ വർമ്മ സാറിന് മാഡത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എവിടെ നിന്നോ വന്ന ചെറുക്കനൊന്നും അല്ല രോഹൻ. അവൻ ഈ കേരളം ഭരിക്കുന്ന ഒരു വകുപ്പ് മന്ത്രിയുടെ അനുജന്റെ മകനാ. അപ്പൊ ആ ബന്ധം ഋതിക മാഡത്തിന് നല്ലതാണെന്ന് വർമ്മ സാറിന് തോന്നിയിട്ടുണ്ടാവും. എന്റെ കാര്യത്തിന് തീരുമാനം എടുക്കാനും ആശങ്കപ്പെടാനും അച്ഛന് അവകാശം ഉള്ളതുപോലെ തന്നെ മാഡത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും ആശങ്കപ്പെടാനും സാറിന് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളൊന്നും ആരും അല്ലച്ചാ. എടാ, നിനക്ക് തോന്നണതാ. സാർ ഒരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ പത്മാവതി മാഡത്തോടുള്ള ദേഷ്യവും വാശിയും കാണിച്ചത് ആ കുട്ടിയോടാ. ഇപ്പോ ആ കുട്ടിയോട് വർമ്മ സാറിന് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ എങ്ങനെയാ അത് പ്രകടിപ്പിക്കണ്ടേന്ന്, എന്താ ചെയ്യണ്ടേന്നും സാറിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്നേഹം കൊണ്ട് അന്ധനായ വർമ്മ സാറ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. അതാ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അമ്മേ, ഈ അച്ഛൻ എന്താ അമ്മയെ പറയുന്നത്? അമ്മയ്ക്കെങ്കിലും അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? വർമ്മ സാറ് എത്ര വലിയ മനുഷ്യനാ. വർമ്മ സാറ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതിന് വേണ്ടിയായിരിക്കും. അത് മാഡത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പുണ്ടമ്മേ. അല്ല മോനെ, നീ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്ക്. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. ഇനി അഥവാ ആ ചെക്കനെങ്ങാനും കുഴപ്പക്കാരനാണെങ്കിൽ വിഷമിക്കാൻ പോകുന്നത് പാവം ഋതിക മോളാവും. നിങ്ങൾ ഇങ്ങനെ പഴയ ആളുകളെ പോലെ നെഗറ്റീവ് അടിച്ചിരിക്കല്ലേ. നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഇനി നിങ്ങളുടെ ആഗ്രഹം ഋതിക മാഡത്തിന് നല്ലത് പറഞ്ഞോന്നല്ലേ? അതെ. ആ, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ തലയിൽ നിന്ന് മാറ്റിവെക്കുക.
ഋതിക മാഡത്തെ കുറിച്ചുള്ള സംസാരം കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക. അത് അവരുടെ ജീവിതം, അവര് ജീവിച്ചോളും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമോ ആദ്യ കൂട്ടേണ്ട കാര്യമോ നിങ്ങൾക്കില്ല. അല്ല, നീ ഇതെവിടെയായിരുന്നടാ? സുശീലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ ആയതുകൊണ്ട് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ഇടിവ് സംഭവിച്ചു. അവൻ എന്നെ കാണാൻ വന്നതാ. അല്ല, അളിയൻ എന്താ പറയുന്നത്? അവനെന്ത് പറയാൻ, അവൻ ഇതിനും കൂട്ടി വെക്കുന്ന എനിക്ക് തോന്നണത്. അച്ഛനിങ്ങനെ ടെൻഷനാവല്ലേ? എന്തായാലും ദീപക്കുമായിട്ടുള്ള വിവാഹം മുടക്കാൻ അളിയന്റെ ഇവിടെ നിന്നല്ലേ. അളിയനെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളാം. നിങ്ങൾ ധൃതി വെച്ച് അളിയനോടൊന്നും പറയേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഞാൻ സംസാരിച്ച് സോൾവ് ആക്കാന്ന് അച്ഛനോട് പറഞ്ഞല്ലേ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്റെ മകന് ഉപദേശം നൽകിയപ്പോ അവൻ നല്ലവനാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നല്ലവനാവുമെന്ന് ഓർത്തില്ല. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കു വേണുവേട്ടാ. മോനെ, നീ ഒന്ന് രാജുവിനോട് സംസാരിക്കേ. ശരിയമ്മേ. സാറൊരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ പത്മാവതി മാഡത്തോടുള്ള ദേഷ്യവും വാശിയും കാണിച്ചത് ആ കുട്ടിയോടാ. ഇപ്പോ ആ കുട്ടിയോട് വർമ്മ സാറിന് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ എങ്ങനെയാ അത് പ്രകടിപ്പിക്കണ്ടേന്ന്, എന്താ ചെയ്യണ്ടേന്നും സാറിന് മനസ്സിലാവുന്നില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. വർമ്മ സാറ് ഋതിക മാഡത്തെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മാഡത്തിന് എന്താണ് ഇഷ്ടമെന്നോ മാഡത്തിന്റെ മനസ്സെന്താണെന്നോ വർമ്മ സാറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, വർമ്മ സാറിനെന്നല്ല, മാഡത്തിന്റെ മനസ്സറിയാവുന്ന എനിക്കും ഇതുവരെ മാഡത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അളിയ